വർദ്ധിച്ച തെരുവുനായ ആക്രമണങ്ങൾക്കെതിരെ അടിയന്തര നടപടി ആവശ്യപ്പെട്ട തൃക്കാക്കര നഗരസഭ കാര്യാലയത്തിന് മുമ്പിൽ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചു. തൃക്കാക്കര മുനിസിപ്പൽ റെസിഡൻസ് അസോസിയേഷനുകളുടെ അപ്പെക്സ് കൌൺസിൽ സംഘടിപ്പിച്ച പ്രതിഷേധ സംഗമം തെരുവുനായ വിമുക്ത ഭാരത സംഘം ചെയർമാൻ ജോസ് മാവേലി ഉദ്ഘാടനം ചെയ്തു. തെരുവുനായ്ക്കളെ ഷെൽട്ടറാക്കുമ്പോൾ അതിന് സ്ഥലം വേണം എന്നുള്ള വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനുള്ള പരിഹാരം കാണുക. അത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത്രയിരിക്കുന്ന റെസിഡൻസ് അസോസിയേഷനിലെ എല്ലാവരും ഒപ്പം ഞങ്ങൾ ജനസേവയും കൂടി ഈ നായ്ക്കൾക്ക് വേണ്ട ഭക്ഷണം, നല്ല ബിരിയാണി അടക്കമുള്ള ഭക്ഷണം കൊടുക്കുവാൻ ഞങ്ങൾ തയ്യാറാണ്. അത് ഞങ്ങൾ 10 പൈസ മുനിസിപ്പാലിറ്റി മുടക്കണ്ട, ഞങ്ങൾ ഇവർക്ക് വേണ്ട ഭക്ഷണം കൊടുത്തോളാം. അപ്പോൾ തെരുവുനായ്ക്കളെ പിടിക്കേണ്ട കടമയും അതിന് അവർക്ക് വന്ധീകരണം നടത്തുന്ന കടമയും നിങ്ങളുടെയാണ്. പിടിച്ച് അവരെ 1, 2, 3, 4 ഷെൽട്ടറുകൾ, 5, 10 ഉള്ള വീതിയ ചെറിയ ഷെൽട്ടറുകൾ താമസിച്ചാൽ മതി. അങ്ങനെയുള്ള സ്ഥലത്ത് താമസിക്കുമ്പോൾ അതിനും വേണ്ടി വരുന്ന ചെറിയ ചെലവുകളൊക്കെ ഞങ്ങൾ എടുക്കാം, മുനിസിപ്പാലിറ്റി മുഴുവൻ എടുക്കണ്ട. ഇതൊരു മാതൃക മുനിസിപ്പാലിറ്റി ആക്കൂ. നിങ്ങൾ ഇവിടെ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ല, കൊച്ചുമക്കൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല, സ്ത്രീകളൊക്കെ ആകെ ഭയന്നാണ് നടക്കുന്നത്. ഇവിടെ തന്നെ ഇന്ന് തന്നെ 2 ആൾക്കാർ രാവിലെ നടക്കാൻ ആരോഗ്യത്തിന് വേണ്ടി നടക്കാൻ ഇറങ്ങിയപ്പോൾ തെരുവുനായ്ക്കൾ ഓടിച്ചിട്ട കഥ പറയുന്നുണ്ട്. അപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റുന്നില്ല നമുക്കാർക്കും. അത്രയ്ക്കും ഭയാനകം. നമ്മുടെ ചാലപ്പോൾ സാറിനെ ഇന്നലെ തെരുവുനായ ഓടിച്ചെന്ന് പറഞ്ഞു. എന്നെ ഓടിക്കാൻ വരുന്നുണ്ട്. ഞാൻ പോകുമ്പോൾ വടി കൈ പിടിച്ച് നടക്കുന്നത്. എന്റെ കയ്യിൽ ഒരു ആയുധം ഉണ്ടാവും. അപ്പോൾ നമുക്ക് എന്താണ് ഇനിയിപ്പോ സർക്കാർ വേണമെങ്കിൽ എല്ലാവർക്കും ഒരു ഇരുമ്പ് വടി കൊടുക്കേണ്ടി വരിയിരിക്കുന്നു. പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ സർക്കാർ ഇതിനകത്തൊരു രഹസ്യ കളികളുണ്ട്, അത് ഞങ്ങൾക്ക് തുറന്നു പറയാൻ നിവൃത്തിയില്ല. വിളിക്കുന്ന എല്ലാവരും ഓരോ രാഷ്ട്രീയ പാർട്ടികളാണെന്ന് ഞാൻ പറഞ്ഞു. എനിക്കുണ്ട് രാഷ്ട്രീയം. പക്ഷേ നന്മയ്ക്ക് വേണ്ടി നിൽക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കണം. ഇത് ജനങ്ങൾക്ക് ജീവിക്കാൻ വേണ്ടേ? അപ്പൊ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിക്കൂ. നിങ്ങൾ ഒന്നിക്കൂ, കേരളത്തെ മാതൃകയാക്കൂ. ഇപ്പൊ ഇവിടെ തമിഴ്നാട്ടില് ജല്ലിക്കെട്ട് വന്നു. ജല്ലിക്കെട്ട് നടത്തുമ്പോൾ അവിടെ നടത്താൻ പാടില്ലെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി വിധി ഒരു ഓർഡർ ഇട്ടു. എന്തുണ്ടായി? അവിടുത്തെ ജനങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും എല്ലാ മതസംഘടനകളും ഒരുമിച്ച് നിന്നു. ജല്ലിക്കെട്ട് അവിടെ നടത്തണമെന്ന് പറഞ്ഞു. ഇപ്പോൾ ആ വിധി അവിടെ പോയി ആർക്കറിയാം? ആ വിധി അവിടെ നിൽപ്പുണ്ട്. ഇവർ ജല്ലിക്കെട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്രയ്ക്കുള്ള കാര്യങ്ങൾ ഇവിടെ ജനങ്ങൾ ഒന്നിക്കുക, രാഷ്ട്രീയ പാർട്ടികൾ ഒന്നിക്കുക. ദൈവത്തിന്റെ സ്വന്തം നാടായി അറിയപ്പെട്ടിരുന്ന നമ്മുടെ കേരളം ഇന്ന് നായ്ക്കളുടെ നാടായി മാറിയെന്ന് ജോസ് മാവേലി കുറ്റപ്പെടുത്തി. തെരുവിൽ അലിഞ്ഞു തിരിഞ്ഞു നടക്കുന്ന നായ്ക്കളെ ഷെൽട്ടറിലടച്ച മനുഷ്യജീവിതം സുരക്ഷിതമാക്കണമെന്ന് അദ്ദേഹം നഗരസഭ അധികാരികളോട് ആവശ്യപ്പെട്ടു. അപ്പെക്സ് കൌൺസിൽ പ്രസിഡന്റ് സലീം കുന്നംപുറം അധ്യക്ഷത വഹിച്ചു. സംഗമത്തിൽ ജനസേവ ശിശുഭവൻ പ്രസിഡന്റും സാമൂഹ്യ മനുഷ്യാവകാശ പ്രവർത്തകനുമായ അഡ്വക്കേറ്റ് ചാർലി പോൾ മുഖ്യപ്രഭാഷണം നടത്തി. അപ്പെക്സ് കൌൺസിൽ ഭാരവാഹികളായ പുരുഷോത്തമൻ, KM അബ്ബാസ, TK മുഹമ്മദ്, PN ശോഭ, PM വർഗീസ, പരിസ്ഥിതി പ്രവർത്തകൻ പോൾ മേച്ചേരി, സാമൂഹ്യ പ്രവർത്തകൻ ബൈജു മേനാച്ചേരി തുടങ്ങിയവർ പ്രസംഗിച്ചു. Bobby Chamanur International Jeweler.